ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് മുടി നന്നായിട്ട് വളരാനും പിന്നെ മുടിക്ക് നല്ല കറുപ്പ് കളറൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല 2 ഹെയർ കെയർ ടിപ്സ് ആയിട്ടാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് ഇതുപോലൊരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 സ്പൂൺ നിറയെ ചായപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത് വലിയ സ്പൂണാണ് കേട്ടോ, അപ്പോൾ അത് 2 സ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. ഇതിപ്പോൾ 2 ഗ്ലാസ്സാണ് ഞാൻ വെള്ളം ഒഴിച്ചതെങ്കിൽ ഇത് നന്നായിട്ട് കുറുകി വറ്റിയിട്ട് ഇതൊരു 3/4 ഗ്ലാസ് വെള്ളമാക്കിയിട്ട് നമുക്കെടുക്കണം. അപ്പോഴാണ് ഈ ചായപ്പൊടിയുടെ ആ ഒരു സത്തൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് ആ വെള്ളം നമുക്ക് മുടി നന്നായിട്ട് വളരാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ, ചായപ്പൊടിയുടെ വെള്ളം. ഇതെല്ലാവർക്കും അറിയാം. നമുക്ക് ഏത് ചായപ്പൊടി വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മളെ വീട്ടിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏത് ബ്രാൻഡഡ് ചായപ്പൊടി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് സൈഡിൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഉള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഉള്ളിയുടെ നീരും പിന്നെ ഈ ചായപ്പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തലയിൽ തേക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് അരച്ചെടുക്കാം. ഈ ചായയുടെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. 1/4 ഭാഗം ആവുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഉള്ളിയുടെ ജ്യൂസ് ഇതുപോലെ നമുക്ക് ഒരു അരിപ്പ വെച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതുപോലെ ആക്കിയെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ചായയുടെ വെള്ളം. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് ഇതും നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടാവുമ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ചില ആളുകൾക്ക് ഉള്ളി നീരൊക്കെ ചിലപ്പോൾ തലയോട്ടിലൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ജലദോഷമൊക്കെ വരാറുണ്ടല്ലോ. അങ്ങനെയുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടാവുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി. ഒരുപാട് സമയം ഇത് തലയിൽ വെച്ചിരിക്കാതിരുന്നാൽ മതി. ഇനി നമുക്ക് അടുത്തതൊരു ഹെയർ പാക്ക് റെഡിയാക്കി എടുക്കാം. അതിന് ഞാൻ ഉലുവ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പോൾ ഈ വെള്ളത്തോടു കൂടെ തന്നെ നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് അലോവേര കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഉലുവ മാത്രം തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല ഡ്രൈ ആവും കേട്ടോ കുളിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഈ അലോവേര ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല മോയ്സ്ചറൈസർ ആയതുകൊണ്ട് ഇതും കൂടെ മിക്സ് ചെയ്ത് തേക്കുമ്പോൾ മുടി നല്ല ഷൈനിങ് ആയിട്ട് വരും, നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിച്ചാൽ മതി. നന്നായിട്ട് കഴുകിക്കളയാൻ വേണം കേട്ടോ. ഒരുപാട് വെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് കഴുകിക്കളയണം. പിന്നെ ഈ ചായയുടെ ഈ വെള്ളം ഉണ്ടല്ലോ, ഉള്ളിയും കൂടെ മിക്സ് ചെയ്തത്, ഇത് നമ്മൾ തലയോട്ടിൽ ഇതുപോലൊരു കോട്ടൺ വെച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. തലയോട്ടിൽ എല്ലാ ഭാഗത്തും ഇത് വരുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. പിന്നെ ബാക്കി വരുന്നതും മുടിയുടെ താഴെയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ എന്ത് കാര്യമായാലും നമ്മൾ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയ ഓയിലാണ് കേട്ടോ. ഇതാണ് ഞാനിപ്പോൾ മോൾക്കൊക്കെ തേച്ച് കൊടുക്കുന്നത്. അവൾക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ മുടി കൊഴിച്ചിലിനൊക്കെ. ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഈ ഓയിൽ ഉണ്ടാക്കിയതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്കത് പോയി നോക്കാം. ഇനി നമ്മൾ ഓയിൽ തേക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലെടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മൾ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് ഒരു കോട്ടൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തലയോട്ടിയിൽ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഓയിലും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് തലയോട്ടിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ മുടി കൊഴിച്ചിലിനൊക്കെ. പിന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ഈ ഓയിൽ തേക്കുന്നത് നല്ലതാണ്. ഞാനിതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന് ആ ഫുൾ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പം കറിവേപ്പിലയും എല്ലാം മുടിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടാണ് ഞാൻ ഈ ഓയിൽ റെഡിയാക്കി എടുത്തത്. ഞാൻ ഇന്ന് കാണിച്ചു തന്ന ഈ 2 ഹെയർ കെയർ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മുടി കൊഴിച്ചിലൊക്കെ എന്തായാലും മാറിക്കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.